ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 8 മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാള്, ഇമ്മാക്കുലറ്റ് കൺസെപ്ഷൻ. മറിയം അമലോത്ഭവയാണോ? നമ്മൾ ബൈബിളിലെ തെളിവാണ് പരിശോധിക്കുന്നത്, തിരുവചനത്തിലെ തെളിവ്. അതുകൊണ്ട് തന്നെ ഇത് കത്തോലിക്ക സഭ കെട്ടിച്ചമച്ചുണ്ടാക്കിയ അമിതമായ മരിയഭക്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസ സത്യമല്ല. ബൈബിളിൽ കൃത്യമായ തെളിവുകളുള്ള ഒരു വിശ്വാസ സത്യമാണ്. കത്തോലിക്ക സഭ ചെയ്യുന്ന എല്ലാം അങ്ങനെയാണ്. ബൈബിളിൽ കിടക്കുന്ന വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു വിശ്വാസം സത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. അല്ലാതെ സഭ മെനഞ്ഞുണ്ടാക്കുന്ന വിശ്വാസ സത്യങ്ങളില്ല. തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവചനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സത്യം വെളിപ്പെടുത്തുക, അത് സഭയുടെ ചുമതലയാണ്. അങ്ങനെ സഭ ഏൽപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയെ സ്ഥാപിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്, ആ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സഭ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ബൈബിളിലെ തെളിവ് നമുക്ക് നോക്കാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ലൂക്ക 1:28. ഇതെന്റെ ഒരു പരിഭാഷയാണ്. ദൈവകൃപ നിറഞ്ഞവളെ, പലപ്പോഴും കൃപ നിറഞ്ഞവളെ എന്നാണ് തർജ്ജമ ചെയ്യാറ്. ഞാൻ തർജ്ജമ ചെയ്യുക ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. അതിന് കാരണമുണ്ട്. ഈ പല കാരണങ്ങളുണ്ട്. നമുക്കിത് ഈ വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം, പല പ്രാവശ്യം കേട്ട് നോട്ട് കുറിക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ പഠിപ്പിക്കണം. ഇച്ചിരി കട്ടിയാണ് പല കാര്യങ്ങളും. പക്ഷെ ഇതല്ലാതെ ഈ ആഴത്തിലേക്ക് കടക്കാതെ വിശ്വാസം മനസ്സിലാകില്ല, വിശ്വാസ സത്യം മനസ്സിലാകില്ല. അപ്പൊ മറിയം അമലോത്ഭവി അല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരോടും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മെ തന്നെ പഠിപ്പിക്കണ്ടേ? മറിയം അമലോത്ഭവി ആണ് എന്നതിന് ബൈബിളിൽ എന്ത് തെളിവുണ്ട് എന്ന് നമുക്ക് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണ്ടേ? വിശ്വസിക്കുന്നവരെ ബോധ്യപ്പെടുത്തണ്ടേ? അതിനെ എതിർക്കുന്നവരെ ബോധ്യപ്പെടുത്തണം. അതിനു മുമ്പ് നമുക്ക് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണം. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇതൊരു സമഗ്രമായ വീഡിയോ അല്ല, എന്നാലും ബൈബിളിൽ തെളിവുകൾ ആവശ്യത്തിന് വിശകലനം ചെയ്യുന്ന, അപഗ്രഥിക്കുന്ന ഒരു വീഡിയോ ആണ്. പല പ്രാവശ്യം കേൾക്കണം. ചില ഗ്രീക്ക് വാക്കുകൾ ഞാൻ ഉപയോഗിക്കും, അത് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ ഇച്ചിരി ആവർത്തിച്ച് തന്നെ അത് പറയാം, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഒന്നാമത്തെ കാര്യം ഓർക്കേണ്ടത് മറിയമേ എന്ന് വിളിച്ചിട്ടല്ല ഗബ്രിയേൽ മാലാഖ ഇത് പറയുന്നേ. മറിച്ച് ആളിന്റെ പേര് വിളിക്കാതെ ദൈവകൃപ നിറഞ്ഞവളെ, ഒറ്റ വാക്കാണ് ഗ്രീക്കില്, ഒറ്റ വാക്ക്, കെഹരിത്തോമനെ, ഒറ്റ വാക്ക്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നതാണ്. ഗ്രീക്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, കെഹരിത്തോമനെ. മറിയമേ എന്ന് വിളിക്കാതെ കെഹരിത്തോമനെ, അതിന്റെ തർജ്ജമ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുകയാണ്. അതായത് ശീർഷകമാണ്, പദവിനാമമാണ്, ടൈറ്റില്, സംജ്ഞയാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ബൈബിളിൽ തന്നെ ഇത് ഒരേ ഒരു രംഗമേ ഇങ്ങനെയുള്ളൂ. അതായത് ശീർഷകം ഉപയോഗിച്ച് ഒരു പദവിനാമം, സംജ്ഞ, അത് ഉപയോഗിച്ച് ഒരാളെ അഭിവാദ്യം ചെയ്യുന്ന, വന്ദനം പറയുന്ന ബൈബിളിലെ ഏക രംഗമാണ് ഈ ലൂക്ക 1:28 ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പദവി, അതാണ് ദൈവകൃപ നിറഞ്ഞവള്. ശീർഷകം മറിയം എന്ന പേര് വിളിച്ചിട്ട് മറിയമേ സ്വസ്തി എന്നല്ല പറഞ്ഞത്, മറിച്ച് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. നമ്മൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ മറിയമേ സ്വസ്തി എന്നല്ല, ആണോ? നന്മ നിറഞ്ഞ മറിയമേ, അങ്ങനെയല്ലേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങനെയല്ലേ വിളിച്ചൊല്ലണേ? നന്മ നിറഞ്ഞ മറിയമേ എന്നല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയാണോ, കൃപ നിറഞ്ഞ മറിയാണോ, ദൈവകൃപ നിറഞ്ഞ മറിയാന്നൊക്കെ നമുക്കിന്ന് ചിന്തിക്കാം. നോക്കുക, മാലാഖ മറിയമേ നിനക്ക് വന്ദനം എന്നല്ല പറഞ്ഞത്, മറിയമേ നിനക്ക് സ്വസ്തി എന്നല്ല പറഞ്ഞത്, മറിച്ച് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഞാൻ ആവർത്തിക്കുന്നു, ഗ്രീക്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ ദൈവകൃപ നിറഞ്ഞവൾ. മലയാളത്തിൽ ദൈവകൃപ നിറഞ്ഞവൾ 2 വാക്കാണ്. ഗ്രീക്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, കെഹരിത്തോമനെ. അപ്പോ ഹൈറെ കെഹരിത്തോമനെ, മറിയമേ എന്ന് വിളിക്കാതെ, പേര് വിളിക്കാതെ, സംജ്ഞ വിളിച്ച്, പദവിനാമം വിളിച്ച്, ശീർഷകം വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന, വന്ദനം പറയുന്ന ബൈബിളിലെ ഏക രംഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ മറ്റൊരു രംഗവുമായിട്ടും ഇതിന് തുലനം ചെയ്യാൻ കഴിയില്ല. മറിയമേ എന്നല്ല, കെഹരിത്തോമനെ, ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്
ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കുന്നത്. അതിനാൽ തന്നെ ഇത് അതുല്യമാണ്, ഇതപരിന്തം ഉണ്ടാകാത്തതാണ്. മറിയത്തിന്റെ പേര് മാറ്റിയിരിക്കുന്നത് പോലെയാണ്. മറിയത്തിന്റെ പേര് മാറ്റി. ഇപ്പൊ അവൾ മറിയല്ല, ദൈവകൃപ നിറഞ്ഞവളാണ്. കെഹരിത്തോമനെയാണ്, ദൈവകൃപ നിറഞ്ഞവളാണ്. മറിയത്തിന്റെ പേര് മാറ്റിയത് പോലെയാണ് ഈ അഭിവാദ്യം മാലാഖയുടെ. 1. 2, ദൈവത്തിന്റെ മാലാഖയായ ഗബ്രിയേലാണ് ഇത് പറയുന്നത്. അപ്പൊ ഒരു വെറും മാനുഷിക സാക്ഷ്യമല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ദൈവത്തിന്റെ മാലാഖയായ ഗബ്രിയേലാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനുഷിക സാക്ഷ്യത്തെക്കാൾ വലുതായ വെയിറ്റ് ഉണ്ട്, അല്ലേ? അതിന്റെ ഒരു ഘനമുണ്ട് ഈ അഭിവാദനത്തിന്. അത് രണ്ടാമത്തെ കാര്യം. നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ എന്നൊക്കെയാണ് കത്തോലിക്കർക്ക് പരിചിതമായ പരിഭാഷ. കെഹരിത്തോമനെ എന്ന വാക്കിന് നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ. ഈ പരിഭാഷയിൽ പിയോസ് ബൈബിളിൽ കൃപ നിറഞ്ഞവൾ എന്നൊക്കെയാണ്. അപ്പൊ ഇതാണ് കത്തോലിക്കർക്ക് പരിചിതമായത്. വിശുദ്ധ ജെറോമിന്റെ ലത്തീൻ പരിഭാഷ, അതിൽ ഗ്രാസിയ പ്ലാന എന്നാണ്. ഗ്രാസിയ പ്ലാന അതാണ് ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവള്. അത് മലയാളത്തിൽ ആരോ തർജ്ജമ ചെയ്തപ്പോൾ നന്മ നിറഞ്ഞവള്. ആ പരിഭാഷ വളരെ കേമമാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പൊ ഗ്രാസിയ പ്ലാന, ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ, ആ വാക്കാണ് നന്മ നിറഞ്ഞവൾ അല്ലെങ്കിൽ കൃപ നിറഞ്ഞവൾ എന്ന ആ വാക്കുകളാണ് കത്തോലിക്കർക്ക് കൂടുതൽ പരിചയം. എന്നാൽ ഇതൊക്കെ മൗലിക പാഠത്തോട് കൂറ് പുലർത്തുന്നതാണ് എന്നൊക്കെ കരുതിയാലും അതല്ല ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചത്. നന്മ നിറഞ്ഞവളെന്നോ കൃപ നിറഞ്ഞവളെന്നോ അല്ല ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ വേറൊരു വാക്കാണ് ഉപയോഗിക്കുക. ഏതാണ്? പ്ലേരേസ് ഹാരിത്തോസ്. അതിന് കൃപ നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. പ്ലേരേസ് ഹാരിത്തോസ് എന്നാണ് ഗബ്രിയേൽ മാലാഖ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്ന് തർജ്ജമ ചെയ്യാമായിരുന്നു. അങ്ങനെയല്ല ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. കെഹരിത്തോമനെ എന്നാണ് ഗ്രീക്കിൽ ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. പ്ലേരേസ് ഹാരിത്തോസ് എന്നല്ല. അപ്പൊ കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊക്കെയാണ് ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പ്ലേരേസ് ഹാരിത്തോസ് എന്ന് പറയുമായിരുന്നു. അതിന്റെ തർജ്ജമയായിട്ട് ജെറോമിന് ഗ്രാസിയ പ്ലാന എന്ന് എഴുതാനും പറ്റുമായിരുന്നു. ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് കൃപ നിറഞ്ഞവളെന്നോ നന്മ നിറഞ്ഞവളെന്നോ മാത്രമല്ല, പ്ലേരേസ് ഹാരിത്തോസ് എന്നല്ല. എസ്തപ്പാനോസ് ഉണ്ടല്ലോ, സ്തേഫാനോസിനെ കൃപ നിറഞ്ഞവൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പ്ലേരേസ് ഹാരിത്തോസ്, നടപടി 6:8. അപ്പൊ കൃപ നിറഞ്ഞവൻ എന്ന അർത്ഥത്തിൽ പ്ലേരേസ് ഹാരിത്തോസ് എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നടപടി ഗ്രന്ഥം 6:8. കൃപ നിറഞ്ഞവൻ, പ്ലേരേസ് ഹാരിത്തോസ്, അത് ഉപയോഗിച്ചേനെ. അപ്പോൾ കൃപ നിറഞ്ഞവൾ എന്നോ നന്മ നിറഞ്ഞവൾ എന്നോ ആണ് ഗബ്രിയേൽ മാലാഖ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ പ്ലേരേസ് ഹാരിത്തോസ് എന്നാണ് ഉപയോഗിക്കുമായിരുന്നേ. ഈ സ്തേഫാനസിന്റെ കാര്യത്തിൽ നടപടി ഗ്രന്ഥം 6:8 പറഞ്ഞതുപോലെ. എന്നാൽ ഗബ്രിയേൽ മാലാഖ ഉപയോഗിച്ച വാക്ക് നമ്മൾ വീണ്ടും പറയാണ്, കെഹരിത്തോമനെ എന്നാണ്. കെഹരിത്തോമനെ. കൃപ നിറഞ്ഞവൾ, കൃപ ലഭിച്ചവൾ എന്നതിനേക്കാളും വളരെ 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 ആഴമുണ്ട് കെഹരിത്തോമൻ എന്ന വാക്കിന്. പ്ലേരേസ് ഹാരിത്തോസ് അഥവാ കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊക്കെ തർജ്ജമ ചെയ്യുന്ന പ്ലേരേസ് ഹാരിത്തോസ് എന്നതിനേക്കാൾ വളരെ അധികം ആഴത്തുമുള്ള ഒരു വാക്കാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ സംബുദ്ധി ചെയ്തുകൊണ്ട് പറഞ്ഞത്, കെഹരിത്തോമനെ. ആ വാക്കിന് ഈ നിമിഷത്തിന് മുമ്പേ, അതായത് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്ന ആ നിമിഷത്തിന് മുമ്പേ മറിയത്തെ കൃപ കൊണ്ട് നിറച്ചു എന്നാണ് ആദ്യത്തെ അർത്ഥം. ഇപ്പോ കൃപ നിറഞ്ഞവളെ എന്ന് ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്ന ആ നിമിഷത്തിലല്ല, പണ്ട് മുൻപേ, വളരെ മുൻപേ ദൈവകൃപ കൊണ്ട് മറിയത്തെ നിറച്ചു എന്നാണ്, ദൈവകൃപ കൊണ്ട് മറിയത്തെ നിറച്ചിരിക്കുന്നു എന്നാണ് ഗബ്രിയേൽ മാലാഖ പറയണേ. അത് മുൻപേ ദൈവകൃപയാൽ നിറയപ്പെട്ടവളെയാണ്. അങ്ങനെ നിറയപ്പെട്ടത് കൊണ്ടാണ് മറിയം എന്ന പേര് വിളിക്കാതെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് മാലാഖ വിളിക്കുന്നത്. ഞാനിതൊന്ന് ആവർത്തിക്കുകയാണേ. ഈ നിമിഷത്തിന് മുമ്പേ, അതായത് ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന
വന്ദനം പറയുന്ന നിമിഷത്തിന് മുൻപേ, വളരെ മുൻപേ ദൈവകൃപയാൽ മറിയം നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് അതിന്റെ ആദ്യത്തെ അർത്ഥം. ദൈവത്തിന്റെ ജീവനെ വഹിക്കുന്ന പാത്രമാകാൻ, ഭാജനമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം എന്നതിനാൽ അവൾ ദൈവകൃപ കൊണ്ട് മുൻപേ നിറയ്ക്കപ്പെട്ടു. ഇപ്പോഴും ദൈവകൃപ കൊണ്ട് നിറയുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ അർത്ഥം. ദൈവത്തിന്റെ ജീവൻ ആ ജീവനെ വഹിക്കുന്ന പാത്രമാകാൻ, ഭാജനമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയം എന്നതിനാൽ അവളെ ദൈവം മുൻപേ തന്നെ ദൈവകൃപ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇപ്പോഴും ദൈവകൃപ കൊണ്ട് അവൾ നിറയുന്നു. അതിനാൽ കൃപ ലഭിച്ചവൾ, ഫേവേർഡ് വൺ, അത്യധികം കൃപ ലഭിച്ചവൾ, ഹൈലി ഫേവേർഡ്, ദൈവകൃപ അനുഭവിക്കുന്നവൾ, ഹു എൻജോയ്സ് ഗോഡ്സ് ഫേവർ എന്നെല്ലാം മൊഴിമാറ്റം ചെയ്യാറുണ്ട്. കൃപ ലഭിച്ചവൾ, അത്യധികം കൃപ ലഭിച്ചവൾ, ദൈവകൃപ അനുഭവിക്കുന്നവൾ എന്നൊക്കെ തർജ്ജമ ചെയ്യാറുണ്ട്. ഇതൊക്കെ സാധ്യമാണ്. പക്ഷെ ഇവയൊന്നും ഗ്രീക്കിലെ വാക്കിനോട് നീതി പുലർത്തുന്നില്ല, അതിന്റെ ധ്വനി സാന്ദ്രത പ്രകടിപ്പിക്കുന്നുമില്ല, വെളിപ്പെടുത്തുന്നുമില്ല. അതുകൊണ്ട് കെഹരിത്തോമൻ എന്ന വാക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് 3 വാക്കുകളുടെ സങ്കലനമാണ്. ഒന്ന് വിഭജിച്ച് പഠിക്കാം. ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഗ്രീക്കിലെ ധ്വനി സാന്ദ്രത വ്യക്തമാക്കാൻ ഈ പരിഭാഷകൾക്ക് ഒന്നും തന്നെ പോരാ. അതായത് കൃപ ലഭിച്ചവൾ, കൃപ നിറഞ്ഞവൾ, അത്യധികം കൃപ നിറഞ്ഞവൾ, അത്യധികം കൃപ ലഭിച്ചവൾ, ദൈവകൃപ അനുഭവിക്കുന്നവൾ എന്നൊക്കെ തർജ്ജമ ചെയ്താലും ഇതൊന്നും തന്നെ ഗ്രീക്കിലെ കെഹരിത്തോമൻ എന്ന വാക്കിന്റെ അർത്ഥത്തോട് ഒത്തുപോകുന്ന അത്രയും പോരാ. ധ്വനി സാന്ദ്രത പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കാണിക്കാൻ ഞാനതൊരു ഒരു വിശദീകരിക്കുകയാണ്. രക്ഷാചരിത്രത്തിൽ ഇതപര്യന്തം ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊട്ട് ഉണ്ടാകാനില്ലാത്തതുമായ ഒരു റോളാണ് മറിയം ഏറ്റെടുക്കുന്നത്. ഇതപര്യന്തം ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാനില്ലാത്തതുമായ ഒരു റോള് രക്ഷാചരിത്രത്തിൽ മറിയത്തിനുണ്ട്. ദൈവം തന്നെയായ ലോഗോസിനെ, യോഹന്നാൻ 1:1, ദൈവം തന്നെയായ ലോഗോസിനെ ഗർഭം ധരിച്ച് മാംസം കൊടുത്ത് മനുഷ്യനായി പ്രസവിക്കുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിക്കണം. അതിന് ദൈവത്തിന് ഒരു സ്ത്രീയുടെ സഹകരണം വേണം. അപ്പൊ ദൈവമായ ലോഗോസിനെ ഗർഭം ധരിക്കണം, 10 മാസം ചുമക്കണം. വെറുതെ ഈ എന്താ പറയാ, ഒരു ഉപകരണമല്ല. ഈ മാംസം കൊടുത്ത്, മനുഷ്യ ജീവൻ കൊടുത്ത്, മനുഷ്യത്വം കൊടുത്ത് മനുഷ്യനായി പ്രസവിക്കണം. അതിന് ഈ 10 മാസം. അപ്പൊ വേറൊരു ഉപകരണമല്ല മറിയം, മുട്ടത്തോട് പോലെയല്ല. മറിച്ച് ദൈവമായ ലോഗോസിനെ ഗർഭം ധരിക്കണം, മനുഷ്യനായി ഗർഭം ധരിക്കണം, മനുഷ്യത്വം കൊടുക്കണം, മനുഷ്യനായി പ്രസവിക്കണം. അതിനാൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ മറ്റാർക്കും ഇതിനേക്കാൾ വലിയ സ്ഥാനത്ത് എത്താൻ കഴിയില്ല. ഇതിനേക്കാൾ അപ്പുറത്തൊരു സ്ഥാനത്ത്, മുകളിലെ സ്ഥാനത്ത് എത്താൻ കഴിയില്ല. മറിയമാണ് ഏറ്റവും ഉന്നത പദവിയിലെത്തിയവൾ, ദ മോസ്റ്റ് എക്സോൾട്ടഡ് വൺ. മറിയമാണ് ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയവൾ, ദ മോസ്റ്റ് എക്സോൾട്ടഡ് വൺ. വരപ്രസാദ പൂർണ്ണതയിലാണ് മറിയം ആയിരിക്കുന്നത്. വരപ്രസാദ പൂർണ്ണതയിലാണ് മറിയം ആയിരിക്കുന്നത്. ഇതൊക്കെയാണ് കെഹരിത്തോമൻ എന്ന വാക്കിന്റെ ധ്വനികള്. കൃപ നിറഞ്ഞവൾ, കൃപ ലഭിച്ചവൾ, നന്മ നിറഞ്ഞവൾ എന്നീ ഭാഷാന്തരീകരണം പോരാ. ഞാനതുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവൾ എന്നതിന് പകരം ദൈവകൃപ നിറഞ്ഞവൾ എന്ന് ഭാഷപ്പെടുത്തുകയാണ്. എന്നിട്ടും അത് പോരാ. അതായത് ദൈവമാതാവാകാനുള്ള വിളി അല്ലേ, എന്റെ കർത്താവിന്റെ അമ്മ എന്നാണല്ലോ എലിസബത്ത് വിളിക്കുന്നത്, ലൂക്ക 1:43. അപ്പോ ദൈവമാതാവാകാനുള്ള വിളി സ്വീകരിക്കാൻ മറിയത്തെ സജ്ജമാക്കിക്കൊണ്ട് ദൈവകൃപയുടെ മഹാസമൃദ്ധി ദൈവം അവളിൽ പണ്ടേ നിക്ഷേപിക്കുകയും ഇപ്പോൾ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ഇനി നിക്ഷേപിക്കുകയും ചെയ്യും എന്നാണ് കെഹരിത്തോമൻ എന്ന വാക്കിനർത്ഥം. ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ മാതാവാകാനുള്ള, അതായത് കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ, ലൂക്ക 1:43, ദൈവമാതാവാകാനുള്ള വിളി സ്വീകരിക്കാൻ മറിയത്തെ സജ്ജമാക്കിക്കൊണ്ട് ദൈവകൃപയുടെ സമൃദ്ധി, മഹാസമൃദ്ധി
ദൈവം അവളിൽ പണ്ടേ നിക്ഷേപിക്കുകയും ഇപ്പോൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ഇനി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കഹരിത്തോമൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിലൂടെ പരമാർത്ഥവും ഏറ്റവും മികച്ചതുമായ ക്രിസ്തീയ പരിശുദ്ധിയുടെ മാതൃകയായി ദൈവം അവളെ മാറ്റിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 490, 93, 722. ഈ അവസാനത്തെ വാചകം നമുക്ക് ഒന്നുകൂടി വായിക്കാം. അങ്ങനെ പരമാർത്ഥവും, അതായത് സത്യസന്ധമായ ഏറ്റവും മികച്ചതുമായ ക്രിസ്തീയ പരിശുദ്ധിയുടെ മാതൃകയായി മറിയത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, അവളെ മാറ്റിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അർത്ഥം ഈ വാക്കിനുണ്ടോ എന്നറിയാൻ കുറച്ചൊന്ന് ഈ വാക്കിലേക്കൊന്ന് പോകാം. ഈ കഹരിത്തോമനെ എന്ന ഗ്രീക്ക് വാക്കിലേക്ക് പോകാം. അതായത് മറിയം അമലോത്ഭവയാണ് എന്ന സത്യത്തിലേക്ക് സഭ എത്തിയത് എങ്ങനെ? സഭ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയല്ല ദൈവം അയച്ചവനും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവനുമായ മുഖ്യദൂതനായ ഗബ്രിയേലാണ് മറിയത്തോട് ദൈവക്രമയുടെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നവളെ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തിയല്ല, ദൈവം അയച്ചവനും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മുഖ്യദൂതനുമായ ഗബ്രിയേലാണ് മറിയത്തോട് ദൈവകൃപയുടെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നവളെ. അതാണ് ശരിക്കുള്ള പരിഭാഷ. ഈ കഹരിത്തോമനോട് ചേർന്ന് പോകുന്ന പരിഭാഷ അതാണ്. ദൈവകൃപയുടെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നവളെ, ദൈവകൃപയുടെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നവളെ. അത്രയും ചെയ്താലാണ് ഈ കഹരിത്തോമൻ എന്ന വാക്കിന്റെ ഏകദേശ പരിഭാഷയാകുക. ഇത് എൻ്റെ ഒരു പരിഭാഷയാണ്. ദൈവകൃപയുടെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നവളെ. ഇതാണ് ഏകദേശം ധ്വനി സാന്ദ്രതയുള്ള തർജ്ജമ എന്ന് പറയാൻ കാരണമുണ്ട്. അതിലേക്കാണ് നമ്മൾ രണ്ടാമത് പോണേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുന്നുണ്ട് ഇവിടെ. അവളുടെ പേര് ഉച്ചരിക്കുന്നതിന് മുമ്പ്, മറിയമേന്ന് വിളിക്കുന്നതിന് മുൻപ് കഹരിത്തോമൻ എന്ന ശീർഷകം ഉപയോഗിച്ചത് വഴി മറിയത്തിന്റെ പേര് തന്നെ മാറ്റി. ഇപ്പോൾ ഇനി അവളുടെ ശീർഷകത്തിലാണ് അവൾ അറിയപ്പെടുക. എന്താണ്? ദൈവകൃപയുടെ മഹാസമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നവളെ. അങ്ങനെയാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ പേര് വിളിക്കുന്നതിന് മുൻപേ മറിയത്തെ വിളിച്ചത്. അത് തന്നെയാണ് നമുക്കും വിളിക്കാനുള്ളത്. മറിയത്തെ മാലാഖ വിളിച്ചതുപോലെ വേണം നമ്മൾ വിളിക്കാൻ. അതാണ് കത്തോലിക്കർ ചെയ്യുന്നത്. നന്മ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അത് ഈ പറഞ്ഞ പരിഭാഷയുടെ അത്ര അടുത്ത് വരുന്നില്ലെങ്കിൽ പോലും തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് അത് സ്വീകരിക്കാം. ഈ നന്മ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, രണ്ട് തരത്തിൽ. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി വെളിപ്പെടുത്താം. ഈ നന്മ എന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല കൃപ നിറഞ്ഞവൾ, ഞാൻ തർജ്ജമ ചെയ്യുന്നത് ദൈവകൃപയുടെ മഹാസമൃദ്ധി നിറഞ്ഞ കവിയുന്നവൾ എന്നാണെങ്കിലും ഈ നന്മ നിറഞ്ഞവൾ എന്ന വാക്കിനോട് എനിക്കൊരു താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വെളിപ്പെടും, മനസ്സിലാകും. അപ്പോൾ ഒന്ന് ക്ഷമയോടെ കേൾക്കുക. ഈ കഹരിത്തോമനെ എന്ന വാക്ക്, കഹരിത്തോമനെ സഭ എങ്ങനെയാണ്, രണ്ട് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, മാലാഖയാണ് പറയണേ. രണ്ട്, ആ മാലാഖ മറിയത്തിന്റെ പേര് വിളിക്കുന്നതിന് മുമ്പ് ഈ പദവിനാമം അല്ലെങ്കിൽ ശീർഷകം ഉപയോഗിച്ച് പറയുന്നു. അത് രണ്ടാമത്തെ. മൂന്നാമത്തത് ഭാഷാപരമാണ്. ഭാഷ. ഇവിടെയാണ് നമുക്ക് ഗ്രീക്ക് ഭാഷയിലെ ചില വാക്കുകൾ നമുക്ക് അറിയണമെന്ന് ഞാൻ പറഞ്ഞത്. ക്ഷമയോടെ കേട്ടാൽ നിങ്ങൾക്കും മനസ്സിലാകാം. ഗ്രീക്ക് ഭാഷ കുറച്ചൊക്കെ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗമ്മ രശ്മികൾ. ആൽഫ, ബീറ്റ, ഗമ്മ. ഗ്രീക്കിൽ 3 ആദ്യത്തെ അക്ഷരമാല, ആദ്യത്തെ അക്ഷരങ്ങളാണ്. പിന്നെ നമ്മൾ പൈ എന്ന് പറഞ്ഞിട്ട്, പൈ പി എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കിൽ പഠിച്ചിട്ടില്ലേ? അത് പി എന്നുള്ള അക്ഷരമാണ് ഗ്രീക്കില്. പിന്നെ നിങ്ങൾ പോളിടെക്നിക്ക് പഠിക്കുമ്പോൾ ലാംദ, സിഗ്മ എന്നൊക്കെ പഠിക്കില്ലേ? പിന്നെ നമ്മുടെ കൊറോണ വൈറസിന്റെ പേരുകൾ അതെല്ലാം ഗ്രീക്കിലാണ്, ഗ്രീക്ക് ഭാഷയിലത്തെ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനാൽ ഈ ഗ്രീക്ക് ഭാഷ തീർത്തും നമുക്ക് അപരിചിതമല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കഹരിത്തോമൻ എന്ന വാക്ക് നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കാം. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ നോട്ട് എഴുതി, ഞാൻ പറയുന്നത് നോട്ട് എടുത്ത് ഒന്ന് പരിശോധിച്ചാൽ ഈ പറഞ്ഞ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത് കഹരിത്തോമനെ അത് പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാസീവ് ആണ്. പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാസീവ്, ഈ ഭാഷാപരമായിട്ട് പറഞ്ഞാൽ. അപ്പൊ നമുക്കത് ഈ എന്താണ് പാർട്ടിസിപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം അല്ലേ? പാർട്ടിസിപ്പിൾ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? പാസീവ് എന്താണ്? അത് എങ്ങനെയാണ് ഈ വാക്കിൽ, എവിടെയാണ് ഈ 3 കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഈ വാക്കിനകത്തുണ്ട്. അതൊക്കെ ചേർത്ത് വരുമ്പോൾ എന്തർത്ഥം കിട്ടും എന്ന് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഒട്ടും ഒരു ഭാഷയിലും ഒറ്റ വാക്കുകൊണ്ട് മൊഴിമാറ്റം ചെയ്യാൻ പറ്റില്ല. ഈ വാക്ക് കഹരിത്തോമൻ എന്ന വാക്ക് ഒരു ഭാഷയിലും
ഒറ്റ വാക്കുകൊണ്ട് മൊഴിമാറ്റം ചെയ്യാൻ കഴിയില്ല. ഞാനൊരു വാചകമായിട്ട് മൊഴിമാറ്റം ചെയ്തത് എന്താണ്? ദൈവകൃപയുടെ മഹാസമൃദ്ധി നിറഞ്ഞു കവിയുന്നവളെ. അത്രയാണ് ഞാൻ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ തമ്മിൽ ഭേദം ഇതിനോട് അടുത്ത് വരുന്നത്. പക്ഷെ അതൊരു വാചകമാണ്, ഒരു വാക്കല്ലല്ലോ. ദൈവകൃപയുടെ മഹാസമൃദ്ധി നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നവളെ. അങ്ങനെ നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമോ? പാരഫ്രസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ തർജ്ജമയ്ക്ക് വഴങ്ങാത്തൊരു വാക്കാണ് ഈ കെഹരിത്തോമനെ. കെ ഹാരിത്തോ മെനെ, കെ ഹാരിത്തോ മെനെ, കെഹരിത്തോമനെ. ഞാൻ ഇംഗ്ലീഷ് കൂടി പറയാണ് ഇത് പഠിക്കുന്നവർക്ക് വേണ്ടി. കെ കെ ഇ കെ, ഹാരിത്തോ CHARITO, കരിസ്മ കേട്ടില്ലേ? കരിസ്മാറ്റിക്, അതന്നെ. CHARITO, ഹാരിത്തോ. കരിസ്മ, ഹാരിസ് എന്ന വാക്ക് തന്നെ, ഹാരിസ്, കരിസ്മ. അതിന്റെ തന്നെ ക്രിയാരൂപമാണ് ഹാരിത്തോ, ഹാരിത്തോ. അപ്പൊ കെ ഇ ഹാരിത്തോ, CHARITO. അവസാനത്തെ മെനെ, MENA, മെനെ. ഇങ്ങനെ ഈ കെഹരിത്തോമൻ എന്ന വാക്ക് മൂന്നായിട്ട് വിഭജിക്കണം. നമുക്ക് നടുവിലുള്ള വാക്ക് ഹാരിത്തോ എന്ന് പറഞ്ഞല്ലോ, ഹാരിത്തോ, അതിൽ തുടങ്ങാം. ഹാരിത്തോ, ഹാരിസ്, ഹാരിസ്, ഹരിസ്മ, കരിസ്മാറ്റിക്, അതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. ഹാരിസ് എന്ന വാക്കിന് വരപ്രസാദം, ഗ്രേസ്, വരപ്രസാദം. കൃപ, ഫേവർ, ഫേവർ, കൃപ. നന്മ, ഗുഡ്നെസ്, ഗുഡ്നെസ്, നന്മ. നന്മ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞ മറിയമേ. അവക്ക് ഹാരിസ് എന്ന വാക്കിന് വരപ്രസാദം എന്ന അർത്ഥമുണ്ട്, ഗ്രേസ്. ഫേവർ, കൃപ എന്ന അർത്ഥമുണ്ട്. നന്മ, ഗുഡ്നെസ് എന്ന അർത്ഥമുണ്ട്. പ്രീതി, ഗുഡ് പ്ലഷർ, ഗുഡ് പ്ലഷർ, പ്രീതി എന്ന അർത്ഥമുണ്ട്. എന്നാൽ ഈ ഹാരിസ് എന്ന വാക്കിന് ഇതൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ കൃപ നിറഞ്ഞവൾ എന്ന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. കൃപ ലഭിച്ചവൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പാടുള്ളൂ എന്ന് ശാഠ്യം പിടിക്കരുത്. കാരണം ഹാരിസ് എന്ന വാക്കിന് വരപ്രസാദം എന്ന അർത്ഥമുണ്ട്, ഗ്രേസ്. ഫേവർ, കൃപ എന്ന അർത്ഥമുണ്ട്. നന്മ എന്ന അർത്ഥമുണ്ട്, ഗുഡ്. പ്രീതി എന്ന അർത്ഥമുണ്ട്, പ്രസാദം എന്ന അർത്ഥമുണ്ട്, ഗുഡ് പ്ലഷർ. ഇതെല്ലാം ഈ വാക്കിന്റെ അർത്ഥമുള്ളതാണ്. ഈ ഹാരിസ് എന്ന വാക്ക് നാമമാണ്, നാമം. ഈ നാമത്തിൽ നിന്ന് വരുന്ന ക്രിയാരൂപമാണ് ഹാരിത്തോ, ഹാരിത്തോ. ഈ ഹാരിസ് എന്ന നാമത്തിൽ നിന്ന് വരുന്ന ക്രിയാരൂപമാണ് ഹാരിത്തോ, ഹാരിത്തോ ഓ എന്നാണ് ശരിക്ക്. ഹാരിത്തോ ഓ, ഹാരിത്തോ ഓ. അതിന്റെ ക്രിയധാതു ഹൈറോ, ഹൈറോ, ഹൈറോ. ഈ നാമത്തിൽ നിന്ന് ക്രിയ ഉത്ഭവിക്കുമ്പോൾ ഡിനോമിനേറ്റീവ് വെർബ് എന്ന് പറയും. ഡിനോമിനേറ്റീവ് വെർബ്, അതായത് ഹാരിസ് എന്ന നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയ, ഡിനോമിനേറ്റീവ് വെർബ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നാമത്തിൽ ക്രിയ ഉത്ഭവിക്കുമ്പോൾ, അങ്ങനെ നാമത്തിൽ ക്രിയ ഉത്ഭവിക്കുന്നതിന് ഇംഗ്ലീഷ് പറയുന്ന വാക്കാണ് ഡിനോമിനേറ്റീവ് വെർബ്. കാരണഭൂതനായ, ഹേതുവായ എന്ന അർത്ഥം, എന്ന ധ്വനി ഉള്ളതിനാൽ ഈ ഹാരിത്തോ എന്ന വാക്കിന് കൃപയിൽ നിർമ്മിക്കപ്പെട്ട, വരപ്രസാദത്തിൽ നിർമ്മിക്കപ്പെട്ട എന്നെല്ലാമാണ് അർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്. ഹാരിസ്, വരപ്രസാദം, ഗ്രേസ്. കൃപ, ഫേവർ. ഗുഡ്, നന്മ. പ്രീതി അല്ലെങ്കിൽ പ്രസാദം, ഗുഡ് പ്ലഷർ എന്നൊക്കെ അർത്ഥമുള്ള നാമമാണ് ഹാരിസ്. ആ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയയാണ് ഹാരിത്തോ ഓ, ഹാരിത്തോ ഓ. നാമത്തിൽ നിന്ന് ക്രിയ ഉത്ഭവിക്കുമ്പോൾ, അതിന് ഇംഗ്ലീഷ് പറയുന്നതാണ് ഡിനോമിനേറ്റീവ് വെർബ്. ഉത്ഭവിക്കുമ്പോൾ അതിനൊരു ധ്വനി വരുന്നുണ്ട്. എന്താണ്? കാരണഭൂതനായ, ഹേതുവായ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ഈ അർത്ഥം എന്താ സംഭവിക്കുക? ഇവിടെ ഈ ഹാരിത്തോ എന്ന വാക്കിന് കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, കൃപയിൽ, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, വരപ്രസാദത്തിൽ നിർമ്മിക്കപ്പെട്ടവൾ, വരപ്രസാദത്തിൽ നിർമ്മിക്കപ്പെട്ടവൾ, കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നൊക്കെയാണ് ഹാരിത്തോ എന്ന വാക്കിനർത്ഥം. അമലോത്ഭവയാണ്, മറിയം അമലോത്ഭവയാണ് എന്നതിന്റെ അതിന്റെ ധ്വനി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കൃപയിൽ, വരപ്രസാദത്തിൽ, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ
എന്ന അർത്ഥം ധ്വനിയുണ്ട് ഹാരിത്തോ എന്ന വാക്കിന്. കെഹരിത്തോമനെ എന്ന വാക്കിലെ നടുക്കുള്ള ക്രിയാരൂപത്തിന് ഹാരിത്തോ എന്ന വാക്കിന് ഈ അർത്ഥമുണ്ട്. കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, വരപ്രസാദത്തിൽ നിർമ്മിക്കപ്പെട്ടവൾ, ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെ ഗർഭം ധരിക്കാനും ആ ദൈവപുത്രനെ പ്രസവിക്കാനുമായി ദൈവം മറിയത്തെ കൃപയിൽ നിർമ്മിച്ചിരിക്കുന്നു. അത്യുന്നതന്റെ പുത്രനെ ഗർഭം ധരിക്കാനും ആ ദൈവപുത്രനെ പ്രസവിക്കാനുമായി ദൈവപിതാവ് മറിയത്തെ ദൈവകൃപയിൽ നിർമ്മിച്ചിരിക്കുന്നു. അതാണ് ഈ ഹാരിത്തോ എന്ന വാക്കിന്റെ ധ്വനി. മാത്രമല്ല, പൂർണ്ണത എന്ന ധ്വനിയും ഇത്തരം ക്രിയകൾക്ക് വരും. ഈ നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്രിയകൾക്ക് പൂർണ്ണത എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആംഗലേയത്തിൽ അവര് ഹൈലി ഫേവേർഡ് എന്ന് ഉപയോഗിക്കുന്നത്. വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ്. ഹൈലി ഫേവേർഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഇല്ലേ? ഫുള്ളി ഹൈലി ഫേവേർഡ് എന്ന് വെക്കണം. കംപ്ലീറ്റ്ലി ഹൈലി ഫേവേർഡ്, പൂർണ്ണത എന്ന അർത്ഥം കൂടി ഉണ്ട് അതിനകത്ത്. വലിയ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് കൃപ നിറഞ്ഞവൾ, ദൈവകൃപ നിറഞ്ഞവൾ, വരപ്രസാദം നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ എന്നൊക്കെ പറയുന്നതിന് കാരണം നിറഞ്ഞവൾ എന്ന് ഉപയോഗിക്കുന്ന കാരണം പൂർണ്ണതയുണ്ട് എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? പൂർണ്ണത, ഈ നാമത്തിൽ നിന്ന് ക്രിയ ഉത്ഭവിക്കുമ്പോൾ, ഹാരിസ് എന്ന വാക്കിൽ നിന്ന് ഹാരിത്തോ ഉത്ഭവിക്കുമ്പോൾ പൂർണ്ണതയുള്ളവൾ എന്നർത്ഥമുണ്ട്, നിറഞ്ഞവൾ എന്നർത്ഥമുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ളവൾ. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞവൾ, ലഭിച്ചവളല്ല, നിറഞ്ഞവൾ. ദൈവകൃപ നിറഞ്ഞവൾ, ദൈവകൃപ ലഭിച്ചവളല്ല, നിറഞ്ഞവൾ. വരപ്രസാദം ലഭിച്ചവളല്ല, നിറഞ്ഞവൾ. ഇങ്ങനെയൊക്കെ അർത്ഥം ഈ ഹാരിത്തോ എന്ന വാക്കിനുണ്ട്. അതുകൊണ്ടാണ് ഈ തർജ്ജമ ചെയ്തവർ വെറുതെ ബോധമില്ലാണ്ട് ചെയ്തതല്ല, അമിതമായ ഭക്തി മൂത്ത് ചെയ്തതൊന്നും അല്ലാതെ. പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തെ ന്യായീകരിക്കാൻ വേണ്ടി പണ്ട് മുതൽ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതല്ല. അവര് ഭാഷ, അതായത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ഭാഷ തർജ്ജമ ചെയ്യാനുള്ള അവരുടെ ശ്രമമാണ് ഈ കാണുന്നത്. ഇതാണ് ഹാരിത്തോ എന്ന വാക്കിന്റെ തുടക്കം ഞാൻ പറഞ്ഞത്. ഇനി അതിന് മുമ്പൊരു വാക്ക് പറഞ്ഞ എന്താണ്? കെ ഹാരിത്തോ മെനെ. കെ ഗ്രീക്ക് ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. കെ എന്ന് പറഞ്ഞാൽ അതൊരു പൂർവ്വ പ്രത്യയമാണ്. ഹാരിത്തോ എന്ന വാക്കിന്റെ മുമ്പിൽ ചേർക്കുന്ന ഒരു പ്രത്യയം, പൂർവ്വ പ്രത്യയം, അതാണ് കെ. സംഭവിച്ചു കഴിഞ്ഞ പ്രവൃത്തിയാണ് കംപ്ലീറ്റഡ്, പെർഫെക്റ്റഡ് എന്ന് പറയും. സംഭവിച്ചു കഴിഞ്ഞ പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് കെ എന്ന് എഴുതുക ഗ്രീക്കില്. അതായത് പൂർവ്വ പ്രത്യയം ചേർക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ. കംപ്ലീറ്റഡ് ആക്ഷൻ, പെർഫെക്റ്റഡ് ആക്ഷൻ. ഭൂതകാലത്ത് സംഭവിച്ച കാര്യം പറയാനാണ് കെ എന്ന വാക്ക് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കാനായിട്ട് ഒരു സഹായക്രിയ ഉപയോഗിക്കും. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഐ സോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. ഐ സോ, ഞാൻ കണ്ടു. ഒരിക്കൽ കണ്ടു. ഐ ഹാവ് സീൻ എന്ന് വെച്ചാൽ അർത്ഥം പണ്ട് കണ്ടിട്ടുണ്ട്, പിന്നെയും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. ഐ ഹാവ് സീൻ യു. ഐ സോ യു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, ഭൂതകാലത്ത് ഒരിക്കൽ മാത്രം കണ്ടു. ഐ ഹാവ് സീൻ എന്ന് പറഞ്ഞാലോ, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, ഇത് ഇപ്പോഴും കാണുന്നു, ചിലപ്പോൾ ഇനിയും കാണും. ഐ ഹാവ് സീൻ. അപ്പൊ ഇതാണ് പെർഫെക്റ്റഡ് ആക്ഷൻ. പണ്ട് ഒരിക്കൽ സംഭവിച്ചു, പിന്നെയും സംഭവിക്കുന്നു. അതാണ് പെർഫെക്റ്റഡ് ആക്ഷൻ. അപ്പോ ഇല്ലേ, നിനക്ക് ഒരിക്കൽ കൃപ കിട്ടിയെന്ന് മാത്രമല്ല അർത്ഥം. പണ്ട് കാലത്ത് ഒരിക്കൽ കൃപ കിട്ടിയെന്നല്ല, അന്ന് കിട്ടി, പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവകൃപയുടെ മഹാസമൃദ്ധി നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നവളെ. പണ്ട് കിട്ടി, ഇപ്പോഴും കിട്ടി, ഇനി കിട്ടിക്കൊണ്ടിരിക്കുന്നു, നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നവളെ. ഗബ്രിയേൽ മാലാഖ ഉപയോഗിക്കുന്നത് ഇനി തീർന്നില്ല. അപ്പോ മുൻപ് കിട്ടി, ഇപ്പോഴും കിട്ടി, ഇനിയും കിട്ടും, അല്ലേ? ദൈവകൃപ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ട് നിറഞ്ഞു, ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും നിറയും എന്ന് വെച്ചാൽ അത് ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നാണ്. എന്നിട്ട് അത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് പാസീവ് സെൻസിലാണ്. പാസീവ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാസീവ് എന്ന് പറഞ്ഞല്ലോ. പെർഫെക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന്, അല്ലേ? പണ്ട് സംഭവിച്ചത് പിന്നെ പല പ്രാവശ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് പെർഫെക്റ്റ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. പാസീവ് എന്ന് വെച്ചാൽ ദൈവമാണ് ചെയ്യുന്നത്. അതായത് കർമ്മണി പ്രയോഗത്തിലാണ്
പറയുന്നത് ഗബ്രിയേൽ മാലാഖ ഇല്ലേ? യു ഹാവ് ബീൻ ഹൈലി ഫേവേർഡ് ബൈ ഗോഡ്. അതായത് ദൈവമാണ് മറിയത്തില് പണ്ട് മുതലേ ഈ സമൃദ്ധിയിലെ കൃപ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ദൈവമാണ് മറിയത്തിൽ കൃപയുടെ മഹാസമൃദ്ധി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പണ്ട് ചൊരിഞ്ഞു, ഇപ്പോഴും ചൊരിഞ്ഞു, ഇനിയും ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യു ഹാവ് ബീൻ ഹൈലി ഫേവേർഡ് ബൈ ഗോഡ്. അതായത് ദൈവം നിന്നിൽ ദൈവകൃപയുടെ മഹാസമൃദ്ധി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു വാക്കുകൂടി, മൂന്നാമത്തെ ഭാഗം, കെ ഹാരിത്തോ മെനെ. മെനെ എന്ന് പറഞ്ഞാല് അത് പാർട്ടിസിപ്പിള്. അപ്പൊ ഈ രൂപം എന്താ നമ്മൾ പറഞ്ഞത്? പാർട്ടിസിപ്പിൾ പെർഫെക്റ്റ് പാസീവ്. പാസീവ് എന്ന് പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നു. കർമ്മണി പ്രയോഗം ഇല്ലേ? രാവണ വാസ് കിൽഡ് ബൈ രാമ. കർമ്മണി. രാവണ വാസ് കിൽഡ് ബൈ രാമ. രാമ കിൽഡ് രാവണ. അത് കർത്തരി പ്രയോഗം, ആക്റ്റീവ് വോയിസ്. പാസീവ് രാവണ കിൽഡ് ബൈ രാമ. കർമ്മണി. ഇവിടെ കർമ്മണിയാണ്. അതായത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ദൈവം മറിയത്തിൽ തന്റെ കൃപയുടെ മഹാസമൃദ്ധി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പണ്ട് ചൊരിഞ്ഞു, ഇപ്പൊ ചൊരിയുന്നു, ഇനി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. ഇത് മാണിപ്പറമ്പളിച്ചൻ പറഞ്ഞതല്ല, ആ വാക്കിന്റെ അർത്ഥമാണ്. നിങ്ങൾക്ക് ഇതിനോട് എതിർപ്പുള്ളവർക്ക് ഗ്രീക്ക് ഭാഷ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഞാൻ പറയുന്നതൊക്കെ തെറ്റോ അല്ലെങ്കിൽ അതിനകത്ത് അപര്യാപ്തതയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അതുകൊണ്ടല്ല, ഞാൻ തുറന്ന ഹൃദയത്തോടെ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം എന്നോട് പറയാമെന്ന് മാത്രം. ഇനി അപ്പോ പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ്, പാസീവ്. പാസീവ് പറഞ്ഞു, പെർഫെക്റ്റിന്റെ അർത്ഥം പറഞ്ഞു. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു ഐ ആം സ്പീക്കിംഗ് അല്ലേ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ്, ഐ ആം മേക്കിംഗ് ആക്ഷൻ, ഐ ആം വാക്കിംഗ്, ഐ ആം സിംഗിങ്. ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പാർട്ടിസിപ്പിൾ. ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, വാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഐ ആം സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അത് പറയാൻ പറ്റൂ. അങ്ങനെ അതിനെയാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. മെനെ. അതായത് മെനെ എന്ന വാക്ക്, പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ അപൂർണ ക്രിയാരൂപം. പണ്ട് തുടങ്ങിയത് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. ദൈവം മറിയത്തിലേക്ക് ചൊരിഞ്ഞ വലിയ കൃപ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മെനെ എന്ന വാക്കിനർത്ഥം. അപ്പൊ ഹാരിത്തോ എന്ന വാക്കിനർത്ഥം എന്താണ്? കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ, വരപ്രസാദത്തിൽ നിർമ്മിക്കപ്പെട്ടവൾ. പണ്ട്, അത് പണ്ട് മാത്രമല്ല എന്ന് കാണിക്കാൻ കെ, പെർഫെക്റ്റ് ആക്ഷൻ. പണ്ട് മാത്രമല്ല പിന്നെയും തുടരുന്നു എന്ന് കാണിക്കാൻ പെർഫെക്റ്റ് ആക്ഷൻ. യു ഹാവ് ബീൻ ക്രിയേറ്റഡ് ഇൻ ഗ്രേസ് ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് നൗ ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആക്ഷൻ. പാസീവ് എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നതാണ്, മറിയം ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവം മറിയത്തിൽ മഹാസമൃദ്ധി പണ്ട് മുതലേ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുൻപേ ചൊരിഞ്ഞ് ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ട് ഇനിയും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ളവളാണ് മറിയം എന്നാണ് ഗബ്രിയേൽ മാലാഖ കെഹരിത്തോമൻ എന്ന വാക്ക് ഉപയോഗിച്ച് മറിയത്തോട് പറഞ്ഞത്. ഇത് ഈ കെഹരിത്തോമൻ എന്ന വാക്കിന്റെ ഏകദേശം അടുത്ത് വരുന്നതാണ്. ഇതിനേക്കാളും ധ്വനി സ്വാതന്ത്ര്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടെന്ന് പറയാന്നല്ല, അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കത് വെളിപ്പെടുത്താനായിട്ട് ഭാഷയ്ക്ക് ശക്തിയില്ല. അപ്പോൾ ഇത്രയും ശക്തവും ധ്വനിസാന്ദ്രതയുള്ളതുമായ കെഹരിത്തോമനെ എങ്ങനെ മൊഴിമാറ്റം ചെയ്യും? കൃപ ലഭിച്ചവൾ, കൃപ നിറഞ്ഞവൾ, മഹാകൃപയുടെ സമൃദ്ധിയുള്ളവൾ എന്നൊന്നും പറഞ്ഞാൽ പോരാ. ലോകാരംഭം മുതലേ വരപ്രസാദത്തിന്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ എല്ലാത്തിലും ഉപരിയായി ഉയർത്തപ്പെട്ടവൾ എന്നെങ്കിലും തർജ്ജമ ചെയ്താലേ കെഹരിത്തോമൻ എന്ന വാക്കിന്റെ അടുത്തെത്തുള്ളൂ. ദ മോസ്റ്റ് എക്സോൾട്ടഡ് വൺ ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ബിക്കോസ്
God has been creating you in his grace. ദൈവം തന്റെ കൃപയിൽ നിന്നെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നീ വരപ്രസാദത്തിന്റെയും വിശുദ്ധിയുടെയും കാര്യത്തിൽ എല്ലാത്തിലും ഉപരിയായി ലോകാരംഭം മുതലേ ഉയർത്തപ്പെട്ടവളാണ് എന്നാണ് കഹരിത്തോമൻ എന്ന വാക്കിന്റെ അർത്ഥം. പൂർണ്ണത, നിർമ്മിക്കപ്പെട്ടവൾ, പണ്ട് ആരംഭിച്ചത്, ഇപ്പൊ തുടരുന്നു, ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും ധ്വനികളെല്ലാം കൂടി ചേർത്താലേ ഈ വാക്കിന് അർത്ഥം വരൂ. പണ്ട് മുതലേ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും ഇനി ഭാവിയിൽ തുടരാനിരിക്കുന്നതുമായ ദൈവത്തിന്റെ കൃപയും നന്മയും മറിയത്തിൽ നിറഞ്ഞിരിക്കുന്നു. മറിയത്തിലുള്ള ദൈവകൃപ അഥവാ വരപ്രസാദം പണ്ട് മുതലേ തുടങ്ങിയതാണ്, ഇപ്പോൾ തുടരുന്നുണ്ട്, ഇനിയും ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ഗബ്രിയേൽ മാലാഖ പറയുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ കൃപയും നന്മയും പണ്ട് മുതലേ ലക്ഷ്യം വിട്ടിരുന്നതും ഇപ്പോൾ ലക്ഷ്യമിടുന്നതും ഭാവിയിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ഒരാളിലേക്കാണ്. ആ ആള് മറിയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കട്ടെ. അത്യുന്നതന്റെ പുത്രനും മിശിഹായും കർത്താവുമായ യേശുവിന്റെ അമ്മയാകാൻ, എന്റെ കർത്താവിന്റെ അമ്മ എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ദൈവമാതാവാകാൻ മറിയത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ സമ്പൂർണത കുത്തി ഒഴുകുന്നത് അവളെ ലക്ഷ്യം വെച്ചായിരുന്നു. ചുരുക്കത്തിൽ ദൈവകൃപയുടെ അതിബാഹുല്യത്തിൽ നിറഞ്ഞു തുളുമ്പുന്നവളെ, നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്നവളെ എന്നാണ് ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിക്കുന്നത്. ദൈവകൃപയുടെ അതിബാഹുല്യത്താൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്നവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിച്ചത്. ആ മാലാഖയോട് ചേർന്നാണ് കത്തോലിക്കര് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്. മാലാഖമാരും മനുഷ്യരും ചേർന്ന് ലിറ്റർജി, മറിയത്തിന്റെ മുമ്പിലുള്ള ലിറ്റർജി, ആ മംഗളവാർത്തയിൽ പറഞ്ഞ ആ ലിറ്റർജി നമ്മൾ ചൊല്ലുകയാണ്. കൊന്ത നമസ്കാരം ചൊല്ലുമ്പോഴും നമ്മൾ 10 പ്രാവശ്യമോ 100 പ്രാവശ്യം ചൊല്ലില്ലെങ്കിൽ മടുപ്പില്ലല്ലോ. ഉണ്ടോ? നമ്മുടെ വീടുകളിലൊക്കെ മറ്റു പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്. കൊന്തയും ഇല്ലേ, മനോഹരമായ പ്രാർത്ഥനയാണ് ഈ കൊന്ത നമസ്കാരം. എന്തുകൊണ്ട് നമുക്ക് മടുപ്പില്ലാത്ത? നമ്മൾ 50 പ്രാവശ്യം നന്മ നിറഞ്ഞ ചൊല്ലിയിട്ട് നമുക്ക് വല്ല മടുപ്പുണ്ടോ? മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കില്ല എല്ലാ ദിവസവും. കാരണം എന്താ? മാലാഖമാരോട് ചേർന്നിട്ടാണ് മറിയത്തെ മാലാഖ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച്, എലിസബത്ത് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പാപികളെ രക്ഷിക്കാൻ വന്നവനായ അവളുടെ മകനോട് ഈ നിമിഷത്തിൽ, അത് നമുക്ക് ഉറപ്പുള്ള നിമിഷം. പിന്നെ ഉറപ്പുള്ള നിമിഷം അതാണ് മരണ നിമിഷം. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ആരാണ് നീതിമാന്മാര്? ഇല്ലേ, ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും പറ്റാതെ ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ പാപിയാണ്, കൃപയുണ്ടാകണേ. പത്രോസ് പറഞ്ഞു, ഞാൻ പാപിയാണ്, എന്ന് അകന്നു പോ. അവരെയൊക്കെയാണ് ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിട്ട് ദൈവം കണ്ടത്. അല്ലാതെ ഞാൻ ഇല്ലേ 3 ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിച്ചിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഫരിസയ മനോഭാവം ഉള്ളവരെ അല്ല മറിയത്തോട് നമ്മൾ പറയുന്നത്. നിന്റെ മകനാണ് രക്ഷകൻ ഞങ്ങളുടെ, അവനോട് നീ ഞങ്ങൾക്ക് വേണ്ടി കാനായിൽ നീ ചെയ്തതുപോലെ ഇപ്പം ഞങ്ങളോട് ചെയ്യണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവളെ വിളിക്കുന്നത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വാക്കുപയോഗിച്ചിട്ടാണ്. അതായത് ദൈവകൃപയുടെ അതിബാഹുല്യത്താൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്നവളെ എന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതുപോലെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ് കഹരിത്തോമനെ. അതിന്റെ മലയാള പരിഭാഷയാണ് നന്മ നിറഞ്ഞവൾ. ആ ഹാരിസ് എന്ന വാക്കിന് നന്മ എന്ന വാക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നന്മ എന്ന വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പറയാമെന്ന് പറഞ്ഞത്. അതായത് പാശ്ചാത്യ രീതിയും പൗരസ്ത്യ രീതിയും അനുസരിച്ച് അമലോത്ഭവത്തിന് 2 ഡൈമെൻഷൻസ് ഉണ്ട്. ഈ പാശ്ചാത്യ രീതിയാണ് ഇപ്പം ഞാനിത് പറഞ്ഞത്. പൗരത്വ സഭകൾ വേറെ തരത്തിലും മറിയത്തെ കാണുന്നുണ്ട്. അതായത് അത് വേറൊരു വ്യാഖ്യാനമാണ്. പക്ഷെ അതിന് അർത്ഥമുണ്ട്. എന്താണ്? 7 വയസ്സ് വരെ, തിരിച്ചറിവ് വരുന്ന പ്രായം വരെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പാപം ചെയ്യാനായിട്ട് പൂർണ്ണമായ അറിവും പൂർണ്ണമായ സമ്മതവും വേണം. 7 വയസ്സ് വരെ പാപം ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുക, തിരിച്ചറിവ് വരുന്ന പ്രായം. 7 വയസ്സിന് ശേഷം പാപം ചെയ്തില്ല എന്ന് വിചാരിക്കുക. 7 വയസ്സ് വരെ പാപം ചെയ്യാൻ കഴിയില്ല. നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട്, ഇല്ലേ, തിരിച്ചറിവ് വരുന്ന പ്രായമാകാത്തതുകൊണ്ട് 7 വയസ്സ് വരെ പാപം ചെയ്യാൻ കഴിയില്ല. 7 വയസ്സിന് ശേഷം പാപം ചെയ്തില്ല. അപ്പോൾ ഉത്ഭവം മുതലേ പാപമില്ലാത്തവൾ എന്ന് പറഞ്ഞോടെ. ഇങ്ങനെയാണ് പൗരത്വ സഭകളുടെ വ്യാഖ്യാനം. മറിയം പാപം ചെയ്തില്ല. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവൾ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അത് ശരി തന്നെ. പക്ഷെ ആ കൃപ നിരസിക്കാനും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതെങ്ങനെ ചോദിച്ചാൽ അതൊരു രഹസ്യമാണ്.
മനുഷ്യന്റെ സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ നിശ്ചയം തമ്മിൽ ഒരു ടെൻഷനുണ്ട്, ഒരു നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സംഗതിയുണ്ട്. അതേസമയം അതുണ്ട് താനും, നമുക്ക് ഉണ്ടെന്നറിയാം. യൂദാസ് ഒറ്റക്കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നിരിക്കാം. പക്ഷെ അത് ഒരു കാരണവശാലും യൂദാസിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും ചോദിച്ചാൽ ഒരു രഹസ്യമാണത്. പക്ഷേ അത് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള കാര്യം സത്യം. എന്നാൽ ദൈവത്തിന് അത് അറിയാം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പോയിന്റ്. അതെങ്ങനെ നിലനിൽക്കുന്നെന്ന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ രഹസ്യത്തിൽ പെടുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചുരുക്കത്തില് മറിയത്തിന് ഈ കൃപയെ നിഷേധിക്കാനുള്ള, നിരാകരിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്ത് കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ വന്ന് ചോദിക്കുന്നത്, അവളുടെ സമ്മതം ചോദിക്കുന്നത്. അപ്പൊ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതേസമയം അപ്പോ അവൾ ഈ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ആ കൃപയോട് സഹകരിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് പൗരസ്ത്യ സഭകളുടെ വ്യാഖ്യാനം. അപ്പോൾ നന്മ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നന്മയുണ്ട്, മറിയത്തിന്റെ നന്മയുണ്ട്. പൗരസ്ത്യ സഭകളുടെ വ്യാഖ്യാനം അനുസരിച്ച് മറിയത്തിന്റെ നന്മ, ഈ ബൈബിളിലെ ഈ വ്യാഖ്യാനം നമ്മളനുസരിച്ച് ദൈവത്തിന്റെ നന്മ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കൃപ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വഴി മാത്രം, ദൈവത്തിന്റെ വശം മാത്രമേ ഉള്ളൂ. കൃപ ലഭിച്ചവൾ, കൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ, നന്മ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയുമുണ്ട്, മറിയത്തിന്റെ സഹകരണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നന്മ നിറഞ്ഞവൾ എന്ന വാക്കിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട്. അത് ചെറുപ്പത്തിലെ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടുള്ള ഇഷ്ടമല്ല. പൗരസ്ത്യ സഭകളുടെ വ്യാഖ്യാനവും ബൈബിളിലെ വ്യാഖ്യാനവും പാശ്ചാത്യ സഭയുടെ വ്യാഖ്യാനവും തമ്മിൽ ഒത്തുപോകുന്നത് കൊണ്ടുള്ള ഒത്തുപോകുന്ന വാക്കായത് കൊണ്ടാണ് നന്മ നിറഞ്ഞവൾ എന്ന വാക്കിനോട് ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. കൃപ ലഭിച്ചവൾ അല്ലെങ്കിൽ കൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൃപയെ മാത്രമാണ് അവിടെ ഊന്നൽ നൽകുന്നതെന്ന് തോന്നിപ്പോകും. മറിയത്തിന്റെ സഹകരണത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകാം. നന്മ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. ദൈവത്തിന്റെ നന്മ അവൾ നിറഞ്ഞു, മറിയത്തിന്റെ നന്മയിൽ അവൾ ആ കൃപയോട് സഹകരിച്ചു. രണ്ടും കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ നന്മ നിറഞ്ഞവൾ എന്ന വാക്കിന് അത് മലയാളത്തിലെ നല്ല ശ്രേഷ്ഠമായ ഒരു വാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കണേ. ചുരുക്കത്തിൽ ഇത് ദൈവവചനമാണെന്ന് ആദ്യം അംഗീകരിക്കുക. ബൈബിളിലുള്ളതാണ്, മാലാഖ പറഞ്ഞതാണ്. ലൂക്കായുടെ സുവിശേഷം 1:28 അമലോത്ഭവം. ആ വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സഭ കണ്ടെത്തുക ചെയ്തുള്ളൂ, കണ്ടുപിടിക്കല്ല. ഈ വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്യം കണ്ടെത്തി ഡിസ്കവേർഡ്, അല്ലാതെ ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല. അതിനാൽ തന്നെ ദൈവവചനമായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് സഭ അതിന് കാണുന്നത്. നമ്മളും ഗൗരവത്തോടെ കാണണം. മറിയം അമലോത്ഭവയാണ് എന്നതിന്റെ വേദഗ്രന്ഥ പാരമ്പര്യം ഈ വാക്കിൽ നിന്ന് തുടങ്ങുന്നു. വളരെ പണ്ട് മുതലേ ദൈവം അവളെ തിരഞ്ഞെടുത്തു. തന്റെ വരപ്രസാദത്തിന്റെ നിറവ്, പൂർണ്ണത അവൾക്ക് നൽകി. മറിയം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഇതപര്യന്തം ഉണ്ടാകാത്ത ഒരു അത്ഭുതത്താൽ ദൈവകൃപയുടെ നിറവിലേക്ക് അവളെ മാറ്റി നിർത്തി. തീർന്നില്ല. മറിയം ഏറ്റവും വലിയ അത്ഭുതത്തിലൂടെ ഒരു ശിശുവിനെ ഗർഭം ധരിക്കാൻ പോകുന്നു. ആ ശിശുവിന് അത്യുന്നതന്റെ പുത്രൻ എന്നും ദൈവപുത്രൻ എന്നും ശീർഷകം. അങ്ങനെ ഉള്ള അത്യുന്നതന്റെ പുത്രനായ ദൈവപുത്രനായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന് നൽകപ്പെടുന്നത് പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് കൊടുക്കുകയാണ്. ആ യേശു യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും. അവന്റെ ഭരണത്തിന് അന്ത്യമുണ്ടാകുകയില്ല. ഇതൊക്കെ ഗർഭധാരണ എങ്ങനെ സംഭവിക്കും എന്ന അല്ലേ ആ ചോദ്യത്തിന് ഉത്തരമായി നൽകപ്പെട്ട ഗബ്രിയേലിന്റെ മറുപടിയാണിത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്നാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. ആകയാൽ ജനിക്കാൻ പോകുന്ന പരിശുദ്ധൻ അഥവാ പരിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:35. എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ് എലിസബത്ത് മറിയത്തെ വിളിക്കുന്നത്. ഇതെല്ലാം തിരുവചനമായ ബൈബിളിലുണ്ട്, സത്യവേദ പുസ്തകത്തിലുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളുമാണ്. ആ സത്യങ്ങളുടെ ആവിഷ്കരണമാണ്. ഈ തിരുവചനങ്ങളിൽ നിന്നാണ് സഭ മറിയത്തിന് അമലോത്ഭവം എന്ന വിശ്വാസ സത്യത്തിലേക്ക് വരുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാലാണ് ഇത് പൂർണ്ണമാകുള്ളൂ. സഭാപിതാക്കന്മാർ ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവും. അവർക്ക് ഗ്രീക്കും ഹീബ്രും ലത്തീനൊക്കെ അറിയാവുന്നവരായിരുന്നല്ലോ സഭാപിതാക്കന്മാര്. അവരിതൊക്കെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് മറിയത്തെ ചിഹ്നപ്പെടുത്തിയിരുന്നത്. ഒന്ന്, എല്ലാ തരത്തിലും പരിശുദ്ധ, ഇൻ എവരി റെസ്പെക്ട് ഹോളി. സഭാപിതാക്കന്മാര് മറിയത്തെ വിശേഷിപ്പിച്ചിരുന്നത് എല്ലാ തരത്തിലും പരിശുദ്ധ, ഇൻ എവരി റെസ്പെക്ട്
ഹോളി. എല്ലാ കാര്യത്തിലും കറയില്ലാത്തവൾ. ഇൻ ഓൾ തിങ്സ് അൺസ്റ്റെയിൻഡ്. സ്റ്റെയിൻ കറ, അൺസ്റ്റെയിൻഡ് കറയില്ലാത്തവൾ. എല്ലാ കാര്യത്തിലും കറയില്ലാത്തവൾ. ഇൻ ഓൾ തിങ്സ് അൺസ്റ്റെയിൻഡ്. അത്യുന്നത നിഷ്കളങ്ക, സൂപ്പർ ഇന്നസെന്റ്. അത്യുന്നത നിഷ്കളങ്ക, സൂപ്പർ ഇന്നസെന്റ്. സമാനതകളില്ലാത്ത പരിശുദ്ധ. സമാനതകളില്ലാത്ത പരിശുദ്ധ. സിംഗുലർലി ഹോളി. സിംഗുലർലി ഹോളി. ചില സഭാപിതാക്കന്മാര് മറിയത്തെ വിശേഷിപ്പിച്ചത് ശപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഭൂമി എന്നാണ്. അതായത് ആദാമിന്റെയും ഹവ്വയുടെയും പാപത്തോടുകൂടി ഭൂമി ശപിക്കപ്പെട്ടു. അതിനു മുമ്പുള്ള ഭൂമി എന്നാണ് ചില സഭാപിതാക്കന്മാര് മറിയത്തെ അവതരിപ്പിച്ചത്. ദി എർത്ത് ബിഫോർ ഇറ്റ് വാസ് അക്കേഴ്സ്ഡ്. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഹവ്വ എന്നും വിശകലനമുണ്ട്. ബിഫോർ ദ ഫോൾ. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ഹവ്വ. ഹവ്വയുടെ അനുസരണക്കേടുണ്ടാക്കിയ കെട്ട് അഴിച്ചത് മറിയത്തിന്റെ അനുസരണമാണ് എന്നാണ് വിശുദ്ധ ഇരണേവോസ് പാഷാണ്ഡതകൾക്കെതിരെ എന്നുള്ള ആ ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്നത്. 3:22. ഹവ്വയുടെ അനുസരണക്കേടുണ്ടാക്കിയ കെട്ട് അത് അഴിച്ചത് മറിയത്തിന്റെ അനുസരണമാണ്. ദൈവമാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പാപത്തെക്കുറിച്ചുള്ള ചോദ്യവും ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞത്. ദൈവമാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തരത്തിലുള്ള പാപത്തെക്കുറിച്ചുള്ള ചോദ്യവും ഞാൻ അനുവദിക്കില്ല, വിശുദ്ധ ആഗസ്തീനോസ് പറയാണ്. ഏത് തരത്തിലുള്ള പാപവും, ഉത്ഭവപാപവും വ്യക്തിപരമായ കർമ്മപാപവും മറികടക്കാനുള്ള ദൈവകൃപ മറിയത്തിന് നൽകപ്പെട്ടിരുന്നു. അതിനാൽ പൗരസ്ത്യ സഭാപിതാക്കന്മാര് അവളെ സർവം പരിശുദ്ധ എന്നാണ്, സർവം വിശുദ്ധ എന്നാണ് വിളിക്കുന്നത്. പനാഗിയ എന്നാണ് വാക്ക്. പനാഗിയ എന്ന് പറഞ്ഞാൽ ദ ഓൾ ഹോളി, ദ ഓൾ ഹോളി, സർവം വിശുദ്ധ. കത്തോലിക്ക സഭയുടെ മതബോധനം 493. ഈ കാരണത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഈ കാരണങ്ങളാൽ 1854 അവർണനീയനായ ദൈവം ഇൻഎഫാബിലിസ് ദേവുസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ 12 പീസ് മാർപ്പാപ്പ മറിയം അമലോത്ഭവിയാണെന്ന സത്യം ഔദ്യോഗികമായി നമ്മളെ പഠിപ്പിച്ചു. 1854 അവർണനീയനായ ദൈവം ഇൻഎഫാബിലിസ് ദേവുസ് മറിയത്തിന്റെ ആയുഷ്കാലം മുഴുവൻ നീണ്ടുനിന്ന പരിശുദ്ധിയിലേക്കാണ് ഗബ്രിയേൽ മാലാഖ കൈചൂണ്ടുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞത് ദൈവമാണ് രക്ഷകൻ എന്ന് അവള് തന്നെ പറയുന്നുണ്ട് സ്തോത്രഗീതത്തില് 1:47, ലൂക്ക 1:47. ആ സത്യം അതിന്റെ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ നിവൃത്തിയാകുന്നത് മറിയത്തിൽ തന്നെയാണ്. ദൈവമാണ് രക്ഷകൻ, എന്റെ രക്ഷകനാ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് മറിയം തന്നെ പറയുന്നുണ്ട്. ആ രക്ഷ എന്ന് പറയുന്നത്, അതായത് ദൈവം രക്ഷകനായിരിക്കുന്നത്, അതിന്റെ ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ പൂർത്തിയാകുന്നത് മറിയത്തിലാണ്. അവൾ അവളുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ, അവൾ അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ തന്നെ ദൈവം അവളെ രക്ഷിച്ച് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി. ദൈവം അവളെ അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷത്തിൽ തന്നെ വിശുദ്ധീകരിച്ച് രക്ഷിച്ച് മാറ്റി നിർത്തി. അപ്പോൾ ദൈവമാണ് എന്റെ രക്ഷകൻ, എന്റെ രക്ഷണ ദൈവത്തിൽ ആനന്ദിക്കുന്നെന്ന് മറിയം പറയുന്നത് ഏറ്റവും പരിപൂർണമായ അർത്ഥത്തിൽ അവളിൽ തന്നെ സംഭവിച്ചു. ദൈവം അവളെ രക്ഷിച്ചു വിശുദ്ധീകരിച്ചു. എപ്പോ? അവൾ അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ. അതൊരു സിംഗുലർ ആക്ടാണ്. അതിന് മുമ്പോ പിമ്പോ ഉണ്ടാകാത്തത്, മുൻപോ പിമ്പോ ഉണ്ടാകാത്തത്, ഇതപര്യന്തം ഉണ്ടാകാത്തത്, ഉണ്ടാകാനില്ലാത്തത്. ദൈവമാണ് മറിയത്തിന്റെ രക്ഷകൻ. പാപത്തിൽ നിന്നും പാപച്ചായ്ച്ചിലകളിൽ നിന്നും ഇല്ലേ, രണ്ട് സഭകളുടെയും, പാശ്ചാത്യ സഭയുടെയും പൗരസ്ത്യ സഭകളുടെയും ദൈവശത്രു ഒന്നിപ്പിച്ചിരിക്കുക. പാപത്തിൽ നിന്നും പാപച്ചാച്ചിലകളിൽ നിന്നും ദൈവം അവളെ കാത്തു സൂക്ഷിച്ച് രക്ഷിച്ചു. തന്റെ പുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയത്തിന് മാത്രം നൽകപ്പെട്ട വരപ്രസാദമാണിത്, വരമാണിത്, സിംഗുലർ ഗ്രേസ്. അതിനാൽ ജനനത്തിലും ജീവിതത്തിലും മറിയം പാപമില്ലാത്തവളായിരുന്നു. ജനനത്തിലും ജീവിതത്തിലും, നമുക്ക് ഉത്തരം കിട്ടിയില്ല, പാശ്ചാത്യവും പൗരസ്ത്യ സഭകളുടെ സമന്വയം. ജനനത്തിലും ജീവിതത്തിലും മറിയം പാപമില്ലാത്തവളായിരുന്നു. ഇതാണ് അമലോത്ഭവം. ബൈബിളിൽ കൃത്യമായി ദൈവം അയച്ച മാലാഖ വെളിപ്പെടുത്തിയ സത്യമാണ് സഭ കണ്ടെത്തിയതും അവതരിപ്പിച്ചതും. അത് അങ്ങനെ
സഭയ്ക്ക് കണ്ടെത്താനും അവതരിപ്പിക്കാനും പഠിപ്പിക്കാനുമുള്ള അധികാരം കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്ക് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞേ. അങ്ങനെ സത്യത്തിന്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു നാഴികക്കല്ലാണ് മറിയത്തിന്റെ അമലോത്ഭവം നമ്മൾ തിരിച്ചറിഞ്ഞത്. പണ്ട് മുതലേ അറിയാമായിരുന്നു, പക്ഷെ അതൊരു വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചപ്പോൾ നമുക്കതിൻ്റെ ഒരു വെളിച്ചം, എന്താ പറയുക, കുറെ കൂടി തെളിമയോടെ നമുക്കത് അവതരിപ്പിക്കാനുള്ള വെളിച്ചം കിട്ടുകയായിരുന്നു. 2-3 കാര്യങ്ങളുണ്ട് ഇതിൻ്റെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ഈ അമ്മയാണ് കുരിശിന് താഴെ വെച്ച് യേശു സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് അമ്മയായി നൽകിയത്. ആ ശിഷ്യൻ അവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചുവെന്നും തിരുവചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19:25-27. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ എന്നവിടെ പറഞ്ഞിട്ടില്ല, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരുടെയും പ്രതിനിധിയായിട്ടാണ് അവിടെ യോഹന്നാൻ നിൽക്കുന്നത്. ഞാനെന്നോ യോഹന്നാൻ എന്നോ എഴുതിയിട്ടില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശു സ്നേഹിക്കാത്ത ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടോ? കൈവയ്ക്കുക. യേശു സ്നേഹിക്കാത്ത ഏതെങ്കിലും ശിഷ്യന്മാരുണ്ടെങ്കിൽ കൈവയ്ക്കുക. ആരുമില്ല. അപ്പൊ നമ്മളെല്ലാവരുമാണ് കുരിശിന് താഴെ നിന്നത്. അന്ന് യോഹന്നാൻ. പക്ഷെ ആ യോഹന്നാൻ ഒരു പ്രതിനിധിയാണ്, യേശു സ്നേഹിച്ച എല്ലാ ശിഷ്യന്മാരുടെയും പ്രതിനിധി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നോ എഴുതിയിരിക്കുന്നത്? മറിയം എന്നല്ല എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ അമ്മ. യേശുവിന്റെ അമ്മ യേശു സ്നേഹിച്ച ശിഷ്യൻ. യേശുവിന്റെ അമ്മയെ യേശു സ്നേഹിച്ച ശിഷ്യന് കൊടുത്തു അമ്മയായിട്ട്. ആ ശിഷ്യൻ അവളെ അമ്മയായി സ്വന്തമായി വീട്ടിൽ സ്വീകരിച്ചു. ഇത് തിരുവചനമാണോ അല്ലയോ? തിരുവചനമാണോ? ആണെങ്കിൽ ഈ അമലോത്ഭവിയായ യേശുവിന്റെ അമലോത്ഭവിയായ മറിയത്തെയാണ് നമ്മുടെ ആധ്യാത്മിക അമ്മയായി നൽകിയത്. ഇതിൽ പരം ആനന്ദമുണ്ടോ? ഇത്രയും നല്ലൊരു അമ്മ നമുക്ക് കിട്ടിയതിൽ നമ്മൾ ആനന്ദിച്ച് തുള്ളിച്ചാടുകയല്ലേ വേണ്ടത്? സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തുടങ്ങിയ ആ തുള്ളിച്ചാട്ടം നമ്മൾ ദിവസവും ചെയ്യണ്ടേ? അപ്പൊ ഇന്ന് മറിയത്തിന്റെ മുമ്പിൽ നമ്മൾ തുള്ളിച്ചാടണ്ടേ? വേണ്ടേ? സ്നാപക യോഹന്നാൻ തുള്ളിച്ചാടിയില്ലേ? നിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ ശിശു ഉദരത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്നാണ് ഈ എലിസബത്ത് പറഞ്ഞത്. ഇത് തിരുവചനമല്ലേ? തിരുവചനമാണെങ്കിൽ ഇന്ന് അതിന് പ്രസക്തിയില്ലേ? അല്ലെങ്കിൽ ഭൂതകാലത്ത് മാത്രം നടന്ന കാര്യമാണെങ്കിൽ ദൈവവചനമാകുവോ? ജീവിക്കുന്ന വചനമാകുവോ? അത് ചരിത്രമാകില്ലേ? വെറും ചരിത്രം. ദൈവവചനമാകണമെങ്കിൽ അന്നും ഇന്നും എന്നും അർത്ഥമുണ്ടാകണം. എന്നും അർത്ഥം നമ്മളിലൂടെ പൂർത്തിയാകുകയും വേണം. ഇത്ര നല്ല അമ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ അമ്മയെ ആ ശിഷ്യൻ സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിക്കണം. 1. 2, അങ്ങനെ സ്വീകരിക്കാതെ മറിയത്തെ മാറ്റി നിർത്തിയാൽ നമ്മൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരല്ലെന്ന് വരും. 3, തിരുവചനം അനുസരിക്കാത്തവരാണ് എന്ന് വരും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് മറിയം തന്നെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയത് നിഷേധിക്കുന്നവരായിട്ട് മാറും. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് തിരുവചനങ്ങളുടെ അർത്ഥം ആഴത്തിൽ പഠിക്കുക. എന്നിട്ട് ഇതൊക്കെ അറിയുമ്പോൾ മറിയത്തോടുള്ള ബഹുമാനവും സ്നേഹവും അത് അടിക്കടി കൂടിക്കൊണ്ടിരിക്കട്ടെ. എന്നിട്ട് മറിയത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയാനായിട്ട് തയ്യാറാവുക. ഇതിനൊക്കെ പുറമെ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ, അമ്മമാരെ ബഹുമാനിക്കാൻ പഠിക്കുക. ഈ സ്ത്രീകളെ, അമ്മമാരെ ബഹുമാനിക്കാൻ പറ്റാത്തവരാണ് മറിയം മുട്ടത്തോടാണ് എന്ന് പറഞ്ഞ് ഈ വളരെ മോശമായി അവതരിപ്പിക്കുന്നത്. അവരുടെ അമ്മമാരെയും മുട്ടത്തോടായിട്ട് കണക്കാക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരൊരിക്കലും ഇത്രയും വലിയൊരു സ്ത്രീയെ, ഇത്രയും വലിയ മഹതിയായ അമ്മയെ മുട്ടത്തോടാണെന്നും യേശുവിനെ പ്രസവിക്കല്ലാണ്ട് വേറെ ഒരു കാര്യത്തിലും അവൾക്ക് പ്രസക്തിയില്ലെന്നും പറഞ്ഞ് പഠിപ്പിച്ച് നടക്കില്ല. ഏത് സഭ തുടങ്ങുന്നവരെയും മറിയുണ്ട്, കുരിശിന് താഴെയുണ്ട്. പ്രസവിച്ചപ്പോൾ അവളുടെ പ്രാധാന്യം കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുരിശിന് താഴെ അവൾ വന്ന് നിൽക്കുന്നത്? എന്തിനാണ് സഭയുടെ തുടക്കത്തിൽ അപ്പസ്തലന്മാരെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? എന്തൊരു മണ്ടത്തര പറയണേ. and ആ മണ്ടത്തരം വിശ്വസിക്കാനായിട്ട് കുറച്ചുപേർ പിന്നാലെ നടക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. തിരുവചനത്തോട് വിശ്വസ്ത പുലർത്തുക, പാഷാണ്ഡതകൾക്കെതിരെ സംസാരിക്കുക, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക. ഇങ്ങനൊരു വിളി കിട്ടിയവനാണ് ഞാൻ. അത് ഞാൻ ചെയ്യുന്നു സ്നേഹത്തോടു കൂടി. പക്ഷെ ഞാൻ അങ്ങനെ ഈ പാഷാണ്ഡത പഠിപ്പിക്കുന്നവരോട് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം ഈ കേൾക്കുന്ന നമ്മളും പാഷാണ്ഡത കേൾക്കാൻ സാധ്യതയുള്ളവരാണ്. അത് പാഷാണ്ഡതയാണ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആദ്യം സത്യം തിരിച്ചറിയണ്ടേ? ഈ സത്യവും അസത്യവും, അസത്യം ഏതാണ് സത്യം ഏതാണ്, ഇത് തിരിച്ചറിയണല്ലോ. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അവരെല്ലാവരും
സത്യസഭയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഞാൻ അവരെ പലപ്പോഴും സൂചിപ്പിക്കുന്നത്, അല്ലാതെ ഒരു എതിർപ്പ് കൊണ്ടല്ല. മാത്രമല്ല, സത്യവിശ്വാസം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിനെതിരെ നിൽക്കുന്നവരെ തിരുത്തുക എന്നർത്ഥം കൂടിയുണ്ട്. അതൊരു ആധ്യാത്മിക പുണ്യം കൂടിയാണ്. അതും ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഞാൻ ഈ പറയുന്ന കാര്യം ഈ ടെക്നോളജിക്ക് എത്ര നാളത്തെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ടെക്നോളജി ഉള്ള കാലത്തേക്കെങ്കിലും നിലനിൽക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് വീണ്ടും വീണ്ടും വന്ന് വീണ്ടും പഠിച്ച് ഈ വിശ്വാസം, വചനത്തിലൂടെ വെളിപ്പെട്ട വിശ്വാസം പ്രഖ്യാപിക്കാനും ജീവിക്കാനും, നമ്മുടെ അമ്മയെയും നമ്മുടെ സ്ത്രീകളെയും പരിശുദ്ധ അമ്മയെയും ബഹുമാനിക്കാനും ആദരിക്കാനും, അങ്ങനെ സംസ്കാരത്തിന് തന്നെ രൂപാന്തരം വന്ന് ഈ അമലോത്ഭവയായ മറിയത്തിന്റെ ആ മധ്യസ്ഥവും നമ്മൾ തന്നെയും പാപത്തിൽ നിന്ന് എത്രമാത്രം അകന്ന് ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ജീവിക്കാനും, രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളാനും, അവന്റെ രക്ഷ കൃപയായി സ്വീകരിക്കാനും, ഈ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ട് പൂർണ്ണത പ്രാപിച്ചവളെ വിളിച്ച് പ്രാർത്ഥിക്കാനും, ആ നന്മ നിറഞ്ഞ മറിയ പ്രാർത്ഥന മാലാഖയോട് ചേർന്ന് എലിസബത്തിനോട് ചേർന്ന് ഇപ്പോൾ കൂടുതൽ അർത്ഥപൂർണമായി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ അമ്മയെ കാണാൻ സ്വർഗം വരെ പോകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ.